അപ്പൊ ഞാൻ ഐഷയുടെയും ശമ്പളത്താടെയും ഷിക്കറുകളുടെ അടുത്തൊക്കെ വന്നതാണ് കേട്ടോ. ഇപ്പൊ ഷാർജയിലുള്ള ഒരു വില്ലെടുത്ത് നിൽക്കണേണ്. ഇപ്പൊ 2-ാം പെരുന്നാളിന് ഞാൻ ഇങ്ങോട്ട് പോന്ന്. സോ എങ്ങനെയുണ്ട് ദുബായിൽ വന്നിട്ട്? ഇവൾക്ക് ദുബായ് ഇഷ്ടമാണ് കേട്ടോ. സ്കൂളിംഗ് ഒക്കെ പിന്നെ ഇവിടെ റീസ്റ്റാർട്ട് ചെയ്യണേണ് അല്ലേ? നമ്മളിപ്പോൾ പുറത്തു പോകാൻ നിൽക്കണേണ്. ജസ്റ്റ് എവിടെങ്കിലും കറങ്ങാമെന്ന് വിചാരിച്ചിട്ട് അല്ലേ? യാ നമ്മളിപ്പോൾ പോവും. പോയിട്ട് ഇന്നത്തെ വിശേഷങ്ങൾ കാണാം. രാവിലെ വന്നതിൻ്റെ ഞാൻ ഹരിപ്പറിയിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ വീഡിയോസൊന്നും ഞാൻ അധികം എടുത്തിട്ടില്ല. പക്ഷേ നോക്കട്ടെ എന്തെങ്കിലും ആഡ് ചെയ്യാൻ പറ്റുമോ, അതുകൂടി കണ്ടിട്ട് പോയോ. ഓക്കെ, ഇവിടെ നല്ലൊരു ഏരിയ കേട്ടോ. വില്ല അറിയാമല്ലോ, ഇവിടെ വില്ലാസിൻ്റെ ഒക്കെ ഏരിയ നല്ല അടിപൊളിയാണ്, ബ്യൂട്ടിഫുള്ളാണ്. അത് കാണിച്ചാൽ ഇവിടെ ഫുൾ ഒച്ച വൈരകളാണ്. ഓ സൂപ്പർ പള്ളി. ഈദ് ഹോളിഡേയ്സിൽ 3rd ഡേ ആണ് കേട്ടോ. മോർണിംഗ് തന്നെ ഞാൻ ഷാർജയിൽ പോവാണ്. എത്ര പെട്ടെന്നല്ലേ ഡേയ്സൊക്കെ ഇങ്ങനെ പോണേ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം പോലും ലേറ്റായിട്ട് ഉറങ്ങി എണീക്കാൻ പോലും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അത്രയും യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്റ്റേ ചെയ്യണത് റോളയിലാണ് കേട്ടോ, ഒരു വില്ല ഏരിയയിലാണ്. പഴയൻ വന്നിട്ടുണ്ടായിരുന്നു എന്നെ കൂട്ടാൻ വേണ്ടിയിട്ട്. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ബ്യൂട്ടിഫുൾ റെസിഡൻഷ്യൽ ഏരിയ ആണ് കേട്ടോ. പിന്നെ നമ്മൾ കുറേ നേരം സംസാരിച്ചിരുന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഐഷ ഒരു ബ്രേസ്ലെറ്റ് ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഡേ ടു ഡേ എന്ന് വാങ്ങിച്ചതാണ് ആ ബോക്സ്. ഇങ്ങനെ ഓരോന്നും ചെയ്യുമ്പോൾ നമുക്ക് നല്ല ബെനിഫിഷ്യലാണ് കേട്ടോ. കുറേ സമയം ഫോണിലിരുന്ന് വേസ്റ്റ് ചെയ്യണ്ടല്ലോ. പിന്നെ ഉച്ചയ്ക്ക് മീൽസ് ആണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. വെൽ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. പിന്നെ നമ്മൾ കുറച്ചു നേരം ഉറങ്ങിയിട്ടൊക്കെ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. കം ലെറ്റ്സ് ഗോ ഐഷ. യെസ് ബൈ ബൈ. കൊള്ളാട്ടോ. ഇതൊരു ഷാർജയിലൊരു പ്ലേസാണ്. ജസ്റ്റ് ഒരു നൈറ്റിൽ നല്ല രസമുണ്ട്, രാവിലെ നല്ല രസമുണ്ടാവും. ലൈക്ക് ഒരു ഷാർജയിലൊരു വെനീസ് സെറ്റപ്പ് ചെയ്തേക്കണാണ് ആർക്കിടെക്ചർ വൈസും. ഉള്ളിൽ എന്തൊക്കെയുണ്ടോ നമുക്ക് നോക്കാം. വാവ് ഐഷ, സൂപ്പർ സൂപ്പർ ഐഷ. നോക്ക് ഹായ് പറയണ്ടേ. ഓ പറയുമ്പോ എടുത്താണല്ലേ. പക്ഷേ ഈ സ്ഥലത്ത് വന്നു കൊള്ളാല്ലേ. ചെറിയ യൂട്യൂബർ നല്ല രസമുണ്ട്. അതാണ് കണ്ടായിരുന്നു. രണ്ട് സൈഡിലും ഫുള്ള് ഇനി സ്റ്റൈലില് ബിൽഡിങ്സ് ആണ് കേട്ടോ. അതിൻ്റെ ഡിസൈൻ ആണെങ്കിലും എല്ലാം എക്സാക്ട് വെനീസ് ആർക്കിടെക്ചറാണ് ഫോളോ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഇടയിലൊരു ആർട്ടിഫിഷ്യൽ ലേക്ക്, അതിൽ ബോട്ടിംഗ് ഒക്കെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നല്ല രസമുണ്ട്. സെൻറ്ററിൽ ഇങ്ങനെ ഒരു ബ്രിഡ്ജ് രണ്ടിനെയും കണക്ട് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ഈ ലൊക്കേഷൻ വന്നിട്ട് കസ്ബ എന്ന് പറഞ്ഞിട്ട് ഷാർജയിലാണ് കേട്ടോ. അടുക്ക കൂടി ഒരു കനാലാണ്, അതിൽ തന്നെ ബോട്ടിംഗ് സർവീസസ് ഒക്കെ ഉണ്ട്. വാട്ടർ ഫ്രണ്ട് പ്രോപ്പർട്ടി ആണ് കേട്ടോ. ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടൊക്കെ വരാൻ പറ്റിയ നല്ലൊരു പ്ലേസ് ആണ് കേട്ടോ. പിന്നെ ബോട്ടിങ്ങിന് ചാർജ് വന്നിട്ട് 3 person 5 person അങ്ങനെ ഗ്രൂപ്പായിട്ടാണ് കേട്ടോ. 100 to 150 റേഞ്ച്. താങ്ക് യു. Okay. Forward.
ഓക്കെ ആണോ? ചക്ക് 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 ചക്ക്. Hello. Boating is done. We are also half done. നല്ല വേവ്സ് ഉണ്ട് കേട്ടോ. കുറച്ച് പണിയാം. ശരിക്കും രാത്രി അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ റൂമിൽ പോയിട്ടുണ്ടായിരുന്നേ. ഇടയിൽ പിന്നെ ഞാൻ വ്ളോഗ് എടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു. പിന്നെ രാവിലെയാണ് കേട്ടോ തിരിച്ച് ഞാൻ കരാമയ്ക്ക് പോണേ. ശരിക്കും നല്ല ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഒന്നും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കരാമയിൽ നിന്ന് ഡയറക്റ്റ് റോളയിലോട്ട് സർവീസ് ഉള്ളതുകൊണ്ട് ശരിക്കും നല്ല സുഖമാണ് പോയി വരാൻ വേണ്ടിയിട്ട്. അതിൽ പിന്നെ മെട്രോ എടുത്തിട്ട് ഒന്നിലെ യൂണിയനിലോ കുബൈബിലോ പോയിട്ടാണ് കേട്ടോ പിന്നെ നമ്മൾ ബസ് എടുക്കലുള്ളത്. പക്ഷേ ഇത് ശരിക്കും യൂസ്ഫുൾ ആണ് ഇപ്പോൾ. ഈ ബസ്സിൽ പിന്നെ നമ്മൾ ക്യാഷ് ആയിട്ടാണ് കേട്ടോ പേയ്മെൻറ്റ് കൊടുക്കണേ. നമ്മളെ നോൾ കാർഡ് യൂസ് ചെയ്യാൻ പറ്റില്ല. നല്ല ടൈം കൺസ്യൂമിങ് ആണ് കേട്ടോ ഇത്. പിന്നെ എവറി ഹാഫ് ആൻ അവറിൽ ബസ് സർവീസും ഉണ്ട്. അങ്ങനെ ഇന്നലെ രാവിലെ പോയി ടു ഷാർജ. ആൻഡ് ഇന്ന് 10:15 പെട്ടെന്ന് തന്നെ എത്തി. ഉച്ചയ്ക്ക് അന്ന് പറഞ്ഞില്ലേ ഒരു ജബലലി പ്ലാൻ ഉണ്ടെന്ന്, അത് ഇന്നൊക്കെയാണ് പോസ്റ്റ്പോൺ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ രാവിലെ തന്നെ അവിടെ നിന്ന് ഇറങ്ങിയില്ലെങ്കിൽ അതിൽ പോലും നടക്കില്ല. സോ ഇപ്പം ഈ റൂമിലെത്തിയിട്ട് അവരോടെ ഇനി അങ്ങോട്ട് പോകണം. എക്സൈറ്റഡ്. നല്ലായിരുന്നു കേട്ടോ. ഇത് നന്നായി സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റി. ലൈക്ക് ഓരോ ദിവസവും നല്ലോണം യൂട്ടിലൈസ് ചെയ്തു. ഓരോ സ്ഥലത്ത് പോയിട്ടാണെങ്കിലും നന്നായി യൂട്ടിലൈസ് ചെയ്തു. ആൻഡ് ദിസ് ഈസ് മൈ പ്ലേസ്. ഇവിടെ വരുമ്പോൾ ഒരു സന്തോഷം. റൂമിലെത്തി. നല്ല വെയിലുണ്ട് കേട്ടോ. കണ്ണൊക്കെ വെയിലത്ത് വെക്കും, കണ്ണൊക്കെ തുറയണില്ല. അപ്പോൾ ഇതെനിക്ക് ഐശ്വര്യ ഉണ്ടാക്കി തന്നതാണ് കേട്ടോ. അവളുടെ ക്രിയേറ്റിവിറ്റിയാണ്. നല്ല വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ, നല്ലതല്ലേ? അപ്പോൾ ഇന്ന് ഈ ഹോളിഡേയിലെ 4th ഡേ ആണ്. സോ ലെറ്റ്സ് ബിഗിൻ.